നമസ്കാരം കൂട്ടുകാരെ, ഫ്ലോറിംഗ് ടിപ്സ് ചാനലിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു സിങ്ക് ഫിറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ ലാറ്റിഗ്രേറ്റിൻ്റെ 310 ഉപയോഗിച്ചിട്ടാണ് സിങ്ക് ഫിറ്റ് ചെയ്യുന്നത്. 2 സിങ്കാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് മുന്നെടുത്ത വർക്കായതുകൊണ്ട് ഒരുപാട് പൊടികളുണ്ട്. അപ്പോൾ മാക്സിമം പൊടികൾ കംപ്ലീറ്റ് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ ഈ പശ തേക്കാൻ. അതെല്ലാവർക്കും അറിയുന്നതാണ്, ഒന്ന് പറഞ്ഞെന്ന് മാത്രം. ഓക്കെ, അതിൻ്റെ ഉറപ്പും മറ്റുള്ള കാര്യങ്ങളൊക്കെ കമ്പനി പറഞ്ഞ അതേമാതിരി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റായിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മളിപ്പോൾ കുതച്ചെടുത്തിട്ടാണ് സിങ്ക് ഉള്ളിലേക്ക് ഇറക്കി വെക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ പശട്ട് സെറ്റ് ചെയ്താൽ ലീക്കേജൊക്കെ കുറഞ്ഞു കിട്ടും. നമ്മളിങ്ങനെ ആണ് സിങ്ക് ഫിറ്റ് ചെയ്യാറ്. എന്നിട്ട് കറക്റ്റ് ചെയ്തിട്ട് സിങ്ക് കൊടുന്ന് ഫിറ്റ് ചെയ്യാം. അപ്പോൾ അതിൽ സിങ്കിൻ്റെ സ്ക്രാച്ചും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പ്രൊട്ടക്ഷൻ ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വെക്കുന്ന അവസരത്തിൽ നമ്മൾ ആ ഷീറ്റൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കണം, നന്നായിരിക്കും. അപ്പോൾ നന്നാക്കിയിട്ട് പ്രസ് ചെയ്യാം. ഇത്തരം സിങ്കുകൾക്കൊക്കെ നല്ല ബെൻഡ് ഉണ്ടാവും. അപ്പോൾ ബെൻഡ് പരമാവധി നമ്മൾ നിർത്തി കറക്റ്റ് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ നമ്മൾ ലാസ്റ്റ് ടൈമിലാണ് സിങ്ക് ഫിറ്റ് ചെയ്യാൻ നിൽക്കാറ്. അപ്പോൾ 2 സിങ്കാണ് ഫിറ്റിംഗ് ഉള്ളത്. അപ്പോൾ ഇത് പിന്നെ അവിടെ നമുക്ക് ഈ പൊടി വലിക്കുന്ന മെഷീൻ ഉണ്ടായത് കൊണ്ട് പിന്നെ നമ്മൾ കറക്റ്റ് പൊടി വലിക്കുകയാണ്. അല്ലെങ്കിൽ ആ ബ്രഷായിട്ട് തന്നെ നമ്മൾ ക്ലീൻ ചെയ്യാറ്. അപ്പോൾ അത് ഗ്ലാസ് അപ്പോക്സി ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുന്നതായിരുന്നു. ഇതും തന്നെ നമ്മൾ കറക്റ്റായിട്ട് തന്നെ ക്ലീൻ ചെയ്തതിൻ്റെ ദിവസം പശ പ്രതലത്തിൽ തേച്ച് കറക്റ്റ് സെറ്റ് ചെയ്യുക. വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സിങ്കിനും ഇതേപോലെ സ്പോട്ടാക്കി കൊടുക്കട്ടോ. അപ്പോൾ ഇതിൽ ബാലൻസ് ഉള്ളത് ഞാൻ സിങ്കിന് സ്പോട്ടാക്കി കൊടുത്തതെന്ന് മാത്രമേ ഉള്ളൂ. കാരണം 310 നല്ല പവറുള്ളൊരു പശല്ലേ. ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് 1-2 കാര്യങ്ങളുണ്ട്. ഭാവിയിൽ എന്തെങ്കിലും വന്നാൽ തന്നെ നമുക്ക് സിങ്ക് തട്ടിയെടുത്താൽ പോരാൻ ചാൻസ് കൂടുതലാണ്. കാരണം അവിടെ റബ്ബറിൻ്റെ ഷീറ്റ് ഉണ്ടായതുകൊണ്ട് ആ ഷീറ്റുമേലായിരിക്കുമല്ലോ എന്തായാലും പശ പിടിച്ചിട്ടുണ്ടാകാം. അപ്പോൾ എന്തായാലും ഇതുപോലെ തന്നെയാണ് നമ്മൾ എല്ലാ സൈറ്റിലും ഇപ്പോൾ വെക്കാറ്. അതിൻ്റെ സൈഡ് പ്രതലങ്ങളൊക്കെ നമ്മൾ അപ്പോക്സി ഇട്ടിട്ടാണ് ഫില്ല് ചെയ്യൽ. അങ്ങനെ വരുമ്പോൾ ലീക്കേജ് വളരെ കുറവായിരിക്കും. അപ്പോൾ 3mm സ്പേസർ ഗ്യാപ്പൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ സിങ്ക് പൊതുവെ വെക്കാറ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇത് തിക്നെസ് കൂടിയ 15mm തിക്നെസ് കൂടിയ വിട്രിഫൈഡ് ബോഡി ടൈലാണ്, 4K ടൈല്. അതാണ് കട്ടിംഗ് ടേബിൾ ചെയ്തിട്ടുള്ളത്. നമ്മൾ എഡ്ജ് വർക്കായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നമ്മൾ സെറ്റ് ചെയ്തതിൻ്റെ ദിവസം ബാലൻസ് ഉള്ളത് സ്പേസർ ഇട്ടിട്ട് ക്ലീൻ ചെയ്തിട്ട് ഒരു ടിന്നർ തുണിമേലാക്കിയാണ് നന്നായിട്ട് തുടച്ച് ക്ലീനാക്കി എടുക്കും വേണം. നമ്മളെപ്പോഴും സിങ്ക് ഫിറ്റ് ചെയ്യുമ്പോൾ അത് നീറ്റായിട്ട് ഫിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോക്സി ചെയ്താലൊക്കെ തുടച്ച് ക്ലീനിങ് ആണ് ഇതിന് മെയിനായിട്ടുള്ളത്. നമ്മൾ നാളെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചാൽ സിങ്കിൽ കറ പിടിച്ചു പോവും. അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ വെയിറ്റ് വെക്കുന്ന ടൈമിലും തന്നെ അട്ടപ്പട്ടിയൊക്കെ വെച്ചതിൻ്റെ ശേഷം വെയിറ്റ് വെക്കുക. കാരണം ബെൻഡ് ഉണ്ടാകുമ്പോൾ നമുക്ക് ചിലപ്പോൾ വെയിറ്റ് വെക്കേണ്ടതൊക്കെ വരും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. സിങ്ക് സ്ക്രാച്ച് വന്നു കഴിഞ്ഞാൽ പണി പാളും. പിന്നെ ഇതുപോലെ തന്നെ അപ്പോക്സി നമ്മൾ സ്കാറ്റിങ് വെച്ച സൈഡിലൊക്കെ നമ്മൾ അപ്പോക്സി വൈറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പാർട്ടി വൈറ്റാണ് കൊടുക്കാൻ പറഞ്ഞത്. ഇതൊരു ഐവറി ഷെയ്ഡായിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. പക്ഷേ പാർട്ടി അപ്പോക്സി വൈറ്റ് കൊടുത്താൽ മതി എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വൈറ്റ് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നമ്മൾ കൊടുക്കുക. എന്തായാലും ഇത്തരം വീഡിയോകളൊക്കെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളെ ചാനലിലൂടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ പങ്കുവയ്ക്കുക. എല്ലാവരും ഒരു പക്ഷേ ഇതുപോലെ തന്നെ ആയിരിക്കും ചെയ്യണത്. പല രീതിയിലും ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ലീക്കൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ അപ്പോക്സിയൊക്കെ കറക്റ്റ് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ആകുമ്പോഴാണ് ലീക്കേജിൻ്റെ ചൊറകൾ ഇല്ലാതിരിക്കുക. കാരണം മുൻകാലങ്ങളിലൊക്കെ സിങ്ക് വെച്ചതിനൊക്കെ ലീക്ക് വന്നിട്ട് എന്നും പാർട്ടി കംപ്ലൈൻറ്റുകളൊക്കെ പറയണത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഒരുവിധം വർക്കർമാരൊക്കെ ചെയ്തിട്ട് അങ്ങനെ ലീക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളോടും തന്നെ കംപ്ലൈൻറ്റ് പറയണേക്കാം. അപ്പോൾ ഇതിനൊക്കെ ഒരു സൊല്യൂഷനാണ് ഇങ്ങനെ ഈ അപ്പോക്സി കാര്യങ്ങളൊക്കെ ചെയ്ത് വളരെ നീറ്റായിട്ട് തന്നെ സെറ്റ് ചെയ്യണത്. എന്തായാലും ഞാൻ ചെയ്യുന്ന വീഡിയോസുകൾ ഈ
വർക്കർമാർക്കും അതുപോലെ തന്നെ വീട്ടുകാർക്കും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോകൾ ചെയ്യുന്നത്. ഫ്ലോറിംഗ് മേഖല വീടുകൾക്ക് ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ളൊരു പോയിൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ കണ്ടിട്ട് മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മളെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബ് ചാനലായാലും ഫേസ്ബുക്ക് പേജായാലും ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക മറക്കല്ലേ. ഓക്കെ, അപ്പോൾ അതുപോലെ നല്ല നല്ല വീഡിയോസുകളുമായിട്ട് നമ്മൾ വീണ്ടും വരും. പിന്നെ അതുപോലെ തന്നെ നമ്മളെ പേജിൽ നല്ല നല്ല വർക്കർമാരുടെ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. നമ്മളെ കേരളത്തിൽ 14 ജില്ലകളിലും നല്ല പ്രഗത്ഭരായിട്ട് വർക്ക് എടുക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നമുക്കുണ്ട്. അപ്പോൾ അവരുടെ വർക്കും നമ്മൾ ചെയ്യാറുണ്ട്. ഇതൊക്കെ നമ്മളെ വർക്കുകളാണ്. അപ്പോൾ നീറ്റായിട്ട് തന്നെ അപ്പോക്സിയൊക്കെ ചെയ്ത് നല്ല ഫിനിഷ് ആക്കിയിട്ട് സിങ്ക് വെക്കുമ്പോൾ തന്നെ കറക്റ്റ് ചെയ്ത് തുടച്ച് വാഷ് ചെയ്ത് അടിപൊളിയാക്കിയിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. പിന്നീടൊരു ചോറി അക്കാര്യങ്ങളിൽ ഉണ്ടാവില്ല. അപ്പോൾ മാക്സിമം എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് നമുക്ക് വേണ്ടത്. പിന്നെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.